So hello everyone, welcome or welcome back to my channel. So today I thought of taking a day in my life video because ഇന്ന് കുറച്ചധികം പണികൾ ചെയ്തു തീർക്കാനുണ്ട്. മേ ബി ഒരു ഹെക്റ്റിക് ഡേ ആവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ കുറച്ച് കലോത്സവ പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ബിസി ആയിരുന്നു. സോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇന്നൊരു സാറ്റർഡേ ആണ്. പൊതുവെ സാറ്റർഡേസിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്തുകൊണ്ടെന്നറിയില്ല, സ്പെഷ്യൽ ക്ലാസ് ഇല്ല. അത് മാത്രമല്ല, ഞാൻ ഇന്ന് വീട്ടിൽ ഒച്ചൊക്കെ ഉള്ളൂ. ഉമ്മ പണിക്ക് പോയി, അനിയത്തി സ്കൂളിൽ പോയി, അനിയനും സ്കൂളിൽ പോയി. അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ എക്സാക്ട്ലി 10 o'clock ആയി. സോ രാവിലെ എണീച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നില്ലെങ്കിൽ നമുക്കത് നോക്കി ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കലാണ്. പൊതുവേ ഞാൻ ഫോണിൽ നോട്ട്സിലാണ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു സാധാ പേപ്പറിൽ എഴുതി വെക്കാമെന്ന്. സോ അങ്ങനെ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള എൻ്റെ ഒരു എയിം ആണ് എഴുതി വെക്കുന്നത്. അങ്ങനെ കുറേ ടൈം ആലോചിച്ചതിന് ശേഷം എന്തൊക്കെ പണികളുണ്ട് എന്നുള്ളത് ഞാൻ ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ പൊരിച്ചതും മീൻ കറിയും പിന്നെ ദോശയാണ്. അങ്ങനെ കഴിക്കാനുള്ള ഫുഡൊക്കെ പ്ലേറ്റ് ചെയ്തു. സോ നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ സ്വല്പം വെളിച്ചത്തിന് വേണ്ടിയിട്ട് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടു. എല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. സോ ഉമ്മ, അനിയൻ, അനിയത്തി ആരുമില്ല. അനിയൻ ഇന്ന് ഉച്ചവരെ ക്ലാസ്സിൽ. സോ അവൻ വേഗം വരും. സോ അതിനുള്ളിൽ പണിയൊക്കെ ചെയ്ത് ഫ്രീ ആയിരിക്കണം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പണി എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് എൻ്റെ ബെഡ് മേക്കിംഗ് ആണ്. അങ്ങനെ കടന്ന സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. സോ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അല്ലറച്ചില്ലറ ക്ലീനിങ് പരിപാടീസാണ്. സോ അതൊക്കെ വേഗം ക്ലീൻ ചെയ്ത് വെച്ചു. സോ നെക്സ്റ്റ് വൺ ഈസ് വാഷിംഗ് ക്ലോത്ത്സ്. പിന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ ആ പരിപാടി അത് ചെയ്തോളും. അങ്ങനെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിഷ് വാഷിംഗ്. സോ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ തന്നെ ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോക്ക്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. സോ ചടപടി എന്ന് പറഞ്ഞ് ഞാൻ ആ പണിയും കൂടി തീർത്തു. അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് ഏകദേശം കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നും. സോ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഉണ്ടാക്കാമെന്ന്. ഓൾറെഡി എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. സോ പൈനാപ്പിൾ, മുളക്, സിർക്ക അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൈനാപ്പിൾ ഫ്രിഡ്ജിൽ കണ്ട സമയത്ത് പിന്നെ ഒന്നും നോക്കിയില്ല, അത് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. പൈനാപ്പിൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ പീസായി കട്ട് ചെയ്യുക, പിന്നെ അതിലേക്ക് സിർക്ക ഒഴിക്കുക, വിനേഗർ ഒഴിക്കുക, പിന്നെ പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ സ്വല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ എടുത്ത് കഴിക്കുക. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. പിന്നെ ഈ ഒരു ബോട്ടിലൊക്കെ വാങ്ങിയ സ്ഥിതിക്ക് അതിൽ വെള്ളമൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലീനിങ് പരിപാടിയാണ്, ഫ്ലോർ ക്ലീനിങ്. സോ വേഗം അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർത്തു. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനും കൂടി കുറച്ച് ടൈം റൂമിൽ AC ഒക്കെ ഇട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നിയ സമയത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച് പൈനാപ്പിൾ എടുത്ത് പുറത്തേക്ക്. അങ്ങനെ ഞാനും അവനും കൂടി ഒപ്പരം ഇരുന്നിട്ട് അത് മൊത്തം ഒറ്റയടിക്ക് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ എപ്പോൾ ഇല്ലതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കാന്നുള്ളത്. അങ്ങനെ അവൻ ഓരോ പീസ് കഴിക്കുന്നവരും ഓവർ എക്സ്പ്രഷൻ ഇങ്ങനെ വാരി എറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒറ്റടി തന്നെ തിന്ന് തീർത്തു. കാരണം എനിക്ക് ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതേപോലെ സിർക്ക കുടിക്കാൻ ആവും. എനിക്കിഷ്ടമാണ്. ഇങ്ങനെ തിന്നാൻ എല്ലാവർക്കും ആവോ? എന്നാ ഫീറ്റ് ഇത് ഫുള്ള് കുടിക്കും. കണ്ടോ?
എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സോ എന്തെങ്കിലുമൊക്കെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞപാടെ തന്നെ ഞാനൊരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറച്ച് ചെറിയ പഴം ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ ഞാൻ ഫ്രോസൺ ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി പോയി ഗൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇതിൻ്റെ തോല് കളയാൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സോ കഷ്ടപ്പെട്ട് അതിൻ്റെ തോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഇതൊരു തട്ടിക്കൂട്ട് സ്മൂത്തിയാണ് ഗൈസ്. എൻ്റെ വീട്ടിൽ പെട്ടെന്നുണ്ടായ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ചടപടയെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. എൻ്റെ ഓൺ റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ബനാന, ചെറിയ പഴം, പിന്നെ നല്ല അടിപൊളി കട്ടപ്പാല്, പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ്. നല്ലോണം തണുപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ നല്ലോണം ഐസ് ക്യൂബ് ഇട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര കോൾഡാണ് ഇഷ്ടം. സോ ഞാൻ നല്ലോണം ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് 2-3 ഡേറ്റ്സ് ഇടുക. പിന്നെ നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ്, എൻ്റെയൊക്കെ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സ് ഉണ്ടായിരുന്നു. സോ ഞാനത് ഇട്ടു. പിന്നെ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിടുക, സെർവ് ചെയ്യുക, കുടിക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി സ്മൂത്തി ഇവിടെ റെഡിയായി ഗൈസ്. അപ്പോൾ നിങ്ങൾ ഷുഗർ കട്ടാണെങ്കിൽ ഷുഗർ ഒഴിവാക്കുക ഗൈസ്. അങ്ങനെ ഞാനും അനിയനും കൂടി ചിയേഴ്സൊക്കെ അടിച്ച് കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവൻ ആ സ്മൂത്തി കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ എന്ത് കിട്ടിയാലും ഓവർ എക്സ്പ്രഷൻ ഇട്ട് അത് കൊളാക്കും. അങ്ങനെ ഞാൻ അവനും കൂടി കുറച്ച് ടൈം ഇതൊക്കെ കുടിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അവൻ സ്കൂളിൽ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു. സോ നമ്മളങ്ങനെ കുറേ ടൈം അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ ഉറങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ പണികൾ ചെയ്ത് തീർത്ത് നോക്കാൻ വേണ്ടിയിട്ട് ടു-ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പേപ്പർ എടുത്ത് വെച്ച് നോക്കി. ഒരു 3-4-5 പണികൾ മാത്രമേ ചെയ്ത് തീർന്നിട്ടുള്ളൂ ഗൈസ്. ഇപ്പം എക്സാക്ട്ലി 5 o'clock ആയി. ടു-ഡു ലിസ്റ്റ് ഇട്ട് വെച്ച പകുതി മുക്കാൽ പണികളും ബാക്കിയുണ്ട്. അത്ര ഒന്നും ചെയ്തിട്ടില്ല. ഉച്ചയായ സമയത്ത് എനിക്ക് നല്ല മടി വന്ന് ഞാൻ കിടന്നുറങ്ങി. പിന്നെ എണീച്ച് മൂത്തുമാൻ്റെ വീട്ടിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കുറേ ടൈം ഫോൺ നോക്കി ടൈം അണഞ്ഞു. അപ്പോൾ സ്കൂളിലെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുക, നോട്ട് കംപ്ലീറ്റ് ആക്കുക ഒന്നും നടന്നിട്ടില്ല. എല്ലാം ബാക്കിയുണ്ട് അത്രേ. സോ എന്ത് ചെയ്യുമല്ലയ്യാ, മടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മടികളൊക്കെ മാറ്റി വെച്ച് വീണ്ടും പണിയെടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ടാബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടാബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായി ഫോൾഡ് ചെയ്യാത്തത്. സോ അതിന് മുമ്പ് ഞാൻ കുറച്ച് അലക്കാനിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആറിടാനുണ്ടായിരുന്നു. സോ ഞാൻ ചടപടയെന്ന് പറഞ്ഞിട്ട് ആ പണി അങ്ങ് തീർത്തു. സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അധികം ടൈം കിട്ടാറില്ല ഈ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു ക്ലോത്ത്സ്. സോ പറ്റുന്നത്ര വേഗത്തിൽ ഞാൻ വേഗം ആ പണി ചെയ്ത് തീർത്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ വിചാരിക്കും എൻ്റെ പിന്നെ ഡ്രസ്സൊന്നും ഫോൾഡ് ചെയ്ത് വെക്കാറേ ഇല്ലേന്ന്. അങ്ങനെയല്ല. പിന്നെ എന്താ വെച്ചെങ്കിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഒരു പണിയും ചെയ്യാണ്ട് അങ്ങനെ പോയി. എല്ലാവർക്കും കുറേ തിരക്കിലായി. പിന്നെ ഇടയ്ക്ക് ഒരു ഫാമിലി ഫങ്ഷൻ വന്ന്, കലോത്സവം വന്ന്, അപ്പം അതെല്ലാം ആയിക്കൊണ്ട് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ ചെയ്യണ്ടായിരുന്നില്ല. അതുകൊണ്ടെല്ലാം ബാക്കിയായി. അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നു ഇത്ര തന്നെ. സുയ ഗായ്സ്. അങ്ങനെ എല്ലാ ഡ്രസ്സും ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈമൊക്കെ ഞാൻ ഫോൺ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പണിയാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 3 പേർക്കും ഇതും ആയിട്ടുണ്ടായിരുന്നു. എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം അനിയനും അനിയത്തിക്കാണ്. എനിക്കും ഇഷ്ടമാണ്. സോ ഞാനും അനിയനും കൂടി അതിൻ്റെ ഒക്കെ തന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. സോ നമ്മൾ 2 പേരും കൂടി വേഗം അത് കഴിച്ചു. ഒരു മഗ്‌രിബ് ആ ഒരു ടൈമാകുമ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാളും നമ്മുടെ റൂമിൽ പോയി. കുറച്ചും കൂടി പണി ബാക്കി ഉണ്ടായിരുന്നു. ആ ഫോൾഡ് ചെയ്ത ക്ലോത്ത്സ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. അങ്ങനെ ഞാനും അവനും കൂടി കുറേ ടൈം സംസാരിച്ചുകൊണ്ട് മെല്ലെ കുടിച്ചു. ഇവരുണ്ടായതുകൊണ്ട് വലിയ ബോറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാർഡ്രോബ് തുറന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് കഴിച്ചത്. ഭയങ്കര മെസ്സായി കിടക്കുന്നത്. സോ എനിക്കിങ്ങനെ മെസ്സായി കിടക്കുന്നത് തീരെ ഇഷ്ടമല്ല. സോ ഐ ഡിസൈഡഡ് ടു ക്ലീൻ. അപ്പോൾ ഞാൻ വേഗം തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു. വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഗൈസ്. സോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ജ്വല്ലറി സെറ്റ് ചെയ്ത് വെക്കലാണ്. സോ എൻ്റെ കയ്യിൽ കുറച്ച് ഇയർ റിങ്സ്, ബാംഗിൾസ്, അങ്ങനെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ആവശ്യത്തിന് നോക്കിയാൽ എപ്പോഴും കിട്ടാറില്ല. സോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഓർഗനൈസിങ് ബോക്സാണിത്. മെയിൻലി ഇയർ റിങ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ. എൻ്റെ കയ്യിൽ കുറച്ചധികം ഇയർ റിങ്സ് ഉണ്ട്. സോ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഈ
ഈ ഇയറിങ്സ് ഒക്കെ ഒറ്റയടിക്ക് വാങ്ങി വെച്ചതൊന്നുമല്ല, ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ ഓരോന്ന് വാങ്ങും. സോ അതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെക്കും. സോ അങ്ങനെ ഒരുപാടായതാണ്. അങ്ങനെ പിന്നെ വേഗം തന്നെ ഇയറിങ്സ് വേറെ, പിന്നെ ബാംഗിൾസ് എല്ലാം വേറെ വേറെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചു ഓരോ ബോക്സിൽ. പിന്നെ ഈ കാണുന്ന പിങ്ക് ജ്വല്ലറി ഓർഗനൈസിങ് ബോക്സ് ഞാൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ജ്വല്ലറി ഓർഗനൈസിങ് പരിപാടിയും കൂടി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് റൂമും കൂടി ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ചടപടയെന്ന് പറഞ്ഞിട്ട് തീർത്തു. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, സ്റ്റഡി ടേബിൾ, ബെഡൊക്കെ. പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി വേഗം കുളിച്ച് റെഡിയായി. പിന്നെ ഈ കാണുന്ന പോസ്റ്റേഴ്സൊക്കെ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, വെറുതെ ഇങ്ങനെ മതിൽ മുട്ടിച്ച് കൊളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് നോക്കി, ഞാൻ എന്തൊക്കെ പണികൾ ചെയ്തു എന്നുള്ളതൊക്കെ ഇങ്ങനെ ടിക്ക് ഇട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചധികം പണികൾ ഞാൻ ഇന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഡേ എൻ്റെ ഇങ്ങനെയായിരുന്നു. പൊതുവേ ഫ്രീ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.